2017 ജൂൺ 28 ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ. അതൊരു പെരുമഴക്കാലമായിരുന്നു. പുറത്ത് മഴ ആർത്തലച്ച് പെയ്യുകയാണ്. പോലീസുകാരെല്ലാം പതിവ് ഡ്യൂട്ടിയിലാണ്. പലവിധ കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അപ്പോൾ സ്റ്റേഷനിലുണ്ട്. പെട്ടെന്ന് അവിടുത്തെ ലാൻഡ് ഫോൺ നിർത്താതെ റിങ് ചെയ്തു. തിരക്കിനിടയിൽ ആദ്യത്തെ റിങ്ങിൽ ആരും ആ ഫോൺ എടുത്തില്ല. പിന്നെയും തുടർച്ചയായി ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. ഒരു പോലീസുകാരൻ ഫോൺ എടുത്തു. ഹലോ, ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ. എവിടെ? അവിടെ ആള് കൂടിയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് മാറ്റി നിർത്ത്, ഞങ്ങളിതാ വരുന്നു. അതും പറഞ്ഞ് ആ പോലീസുകാരൻ SIയുടെ ക്യാബിനിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് ക്യാബിനകത്ത് നിന്ന പോലീസുകാരനും SIയും പുറത്തേക്ക് വന്ന് മറ്റു പോലീസുകാരോട് പറഞ്ഞു, വാ ജീപ്പ് എടുക്ക്. ആ ജീപ്പ് ചാലിയം കടപ്പുറം ലക്ഷ്യമാക്കി പാഞ്ഞു. തിരക്കിനിടയിലൂടെ ആ വെളുത്ത ബൊലേറോ വാഹനം കടപ്പുറത്തേക്കെത്തി. അവിടെ ചാലിയാർപ്പുഴ കടലിൽ ചേരുന്ന അഴിമുഖത്തിനോടടുത്ത് തീരത്ത് വലിയൊരു ആൾക്കൂട്ടമുണ്ട്. പോലീസുകാർ ജീപ്പിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് നടന്നു. ആളുകൾ വഴിമാറി. അവിടെ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു മനുഷ്യന്റെ കൈപ്പത്തി മണലിൽ പൂണ്ടു കിടക്കുന്നു. ജീർണാവസ്ഥയിലാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുക എന്നത് അല്പം സാഹസമാണെന്ന് പോലീസിന് ആദ്യമേ തന്നെ മനസ്സിലായി. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി കൈപ്പത്തി കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അഴുകി തീരാറായ അവസ്ഥയിലായതിനാൽ തന്നെ ഫോറൻസിക് സംഘത്തിന് അതിൽ നിന്ന് കാര്യമായൊന്നും കിട്ടിയില്ല. DNA പരിശോധനയിലും നിരാശയായിരുന്നു ഫലം. പോലീസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഒരു തുമ്പും കിട്ടിയില്ല. ഏകദേശം 4 ദിവസങ്ങൾ കഴിഞ്ഞു കാണും. ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരു ഫോൺ കോൾ എത്തി. ചാലയത്ത് നിന്നും മറ്റൊരു കൈപ്പത്തി കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇത്തവണ കിട്ടിയത് ഒരു ഇടത് കൈപ്പത്തിയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ ആരംഭിച്ചു. ഇത് മറ്റൊരു കേസായാണ് രജിസ്റ്റർ ചെയ്തത്. പിന്നെയും ഏകദേശം 5 ദിവസങ്ങൾ കഴിഞ്ഞു കാണും. കോഴിക്കോടിൻ്റെ മലയോര പ്രദേശമായ മുക്കത്ത് നിന്നാണ് കഥയുടെ 2ാം ഭാഗം തുടങ്ങുന്നത്. അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, കുമാരനല്ലൂർ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിന് സൈഡിലൂടെയാണ് തടപ്പറമ്പ് റോഡ് കടന്നു പോകുന്നത്. അവിടെ വലിയൊരു സാമൂഹ്യ പ്രശ്നം നേരിടുകയാണ് നാട്ടുകാർ. ആ റോഡിന് ഒരു വശം വലിയ താഴ്ചയാണ്, മറുഭാഗത്താണെങ്കിൽ എസ്റ്റേറ്റും. ഈ എസ്റ്റേറ്റിനോട് ചേർന്ന ഭാഗത്ത് റോഡിൽ വലിയൊരു കുന്ന് കണക്കെ കോഴി വേസ്റ്റും അറവ് മാലിന്യങ്ങളും ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. രാത്രിയുടെ മറവിലാണ് ആളുകൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന് തടയിടാനും കഴിയുന്നില്ല. പൊറുതിമുട്ടിയ നാട്ടുകാർ ഒത്തുകൂടി ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യ പടിയെന്നോണം കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും തീരുമാനിച്ചു. ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം ഒത്തുകൂടി. നാട്ടിലെ ചെറുപ്പക്കാരും ഇവർക്കൊപ്പം കൂടി. കൂടുതലും കോഴി വേസ്റ്റ് ആയിരുന്നു. അഴുകി നാറുന്ന മാലിന്യങ്ങളായതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്ന് തുറന്നു നോക്കാവുന്ന അവസ്ഥയിലുമായിരുന്നില്ല. എന്നാൽ അക്കൂട്ടത്തിൽ അല്പം വലിയൊരു ചാക്കുകെട്ട് കൂട്ടത്തിലൊരാൾ ശ്രദ്ധിച്ചു. അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. കോഴി വേസ്റ്റ് നിറച്ച ചാക്കുകെട്ട് പോലെ ആയിരുന്നില്ല അത്. എങ്കിലും അത് തുറന്നു നോക്കാൻ എല്ലാവർക്കും അറപ്പായിരുന്നു. എന്നാൽ ആകാംക്ഷ അടക്കാനാകാതെ ആ ചെറുപ്പക്കാരൻ ആ ചാക്കുകെട്ട് തുറന്നു നോക്കി. ചാക്ക് തുറന്നതും പേടിച്ചേരേണ്ട അയാൾ പിന്നോട്ടാഞ്ഞു. മറ്റുള്ളവരും ഓടിയെത്തി. അത് തുറന്നു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിൽ ഒരു ടോർസോ ആയിരുന്നു. അതെ, കൈയും കാലും തലയുമില്ലാത്ത ഒരു മനുഷ്യന്റെ മൃതദേഹം. സ്ഥലത്ത് പോലീസ് എത്തി മേൽ നടപടികൾ ആരംഭിച്ചു. ഈ ശരീരഭാഗം ലഭിച്ച സ്ഥലത്തിന് തൊട്ടു താഴെയാണ് ചാലിയാർ പുഴയുടെ പോഷക നദിയായ ഇരുവഴിഞ്ഞിപ്പുഴ ഒഴുകുന്നത്. ചാലിയം കടപ്പുറത്ത് നിന്ന് ഏകദേശം 55 കിലോമീറ്റർ അകലെയാണ് മുക്കം എന്ന പ്രദേശം. ഇതോടെ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു, ഇതെല്ലാം ഒരാളുടേത് തന്നെ. DNA പരിശോധനാ ഫലവും ഇത് ശരിവെച്ചു. ആരെയോ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉപേക്ഷിച്ച ശരീരഭാഗങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി പിന്നീട് ചാലിയത്തുമെത്തി. ഇത് പിന്നീട് തീരത്തടിഞ്ഞു. പക്ഷെ ആര്, എന്തിന്, എവിടെ? ഈ ചോദ്യങ്ങൾക്കൊന്നും പോലീസിന് ഉത്തരമുണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാ കേസുകളും ഒന്നായി ചേർത്ത് ഒരൊറ്റ കേസാക്കി അന്വേഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ എവിടെ തുടങ്ങണമെന്ന് പോലീസിന് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. ചാലിയം കടപ്പുറത്ത് കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്. ഇതിനിടയിൽ ബോൾ ഒരു വള്ളിപ്പടർപ്പിനുള്ളിലേക്ക് പോയി. കൂട്ടത്തിലൊരാൾ ബോൾ എടുക്കാൻ പോയി. അത് ഇർഫാൻ എന്ന കുട്ടിയായിരുന്നു. ബോൾ തിരയുന്നതിനിടെ അവൻ ആ കാഴ്ച കണ്ടു. മണലിൽ പാതി താഴ്ന്ന നിലയിൽ ഒരു മനുഷ്യന്റെ തലയോട്ടി. അത് അവനെ നോക്കി വികൃതമായി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. പേടിച്ചവൻ ബോളും എടുത്ത് ഓടി. വീട്ടിലെത്തിയ കുട്ടി കാര്യം ഉമ്മയോട് പറഞ്ഞു. എങ്കിലും കേസും പൊല്ലാപ്പുമെല്ലാം ഓർത്ത്
ഇക്കാര്യം പുറത്ത് ആരോടും പറയേണ്ടെന്ന് ഉമ്മ അവനോട് ഉപദേശിച്ചു. എന്നാൽ താൻ കണ്ട കാഴ്ച ആരോടെങ്കിലും ഒന്ന് പറയാതെ ഇർഫാന് സമാധാനമുണ്ടായിരുന്നില്ല. സ്കൂളിലെത്തിയ ഇർഫാൻ അത് കൂട്ടുകാരോട് പറഞ്ഞു. അക്കൂട്ടത്തിലൊരു കുട്ടി വീട്ടിലെത്തി തൻ്റെ അച്ഛനോടും ഇക്കാര്യം പറഞ്ഞു. അയാൾ ഒരു പൊതുപ്രവർത്തകനും കൂടിയായിരുന്നു. പിന്നാലെ അദ്ദേഹം ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. ഏറെക്കാലമായി തങ്ങൾ തേടി നടന്ന ഒരു കേസിന്റെ തുമ്പായിരുന്നു പോലീസിന് അത്. അതെ, തങ്ങൾക്ക് കിട്ടിയ തലയോട്ടി മുൻപ് കിട്ടിയ ശരീരഭാഗങ്ങളുടേത് തന്നെ. ശാസ്ത്രീയ പരിശോധനയിലും അത് വ്യക്തമായി. പക്ഷേ അപ്പോഴും അന്വേഷണം വ്യക്തമായൊരു ലീഡിലേക്ക് എത്താൻ പോലീസിനായില്ല. കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ഡിവൈഎസ്പി എൻ ബിനോയ്ക്കായിരുന്നു അന്വേഷണ ചുമതല. ലഭ്യമായ തെളിവുകളെല്ലാം വെച്ച് അദ്ദേഹം ഒരു പ്രാഥമിക പരിശോധന നടത്തി. തലയോട്ടിയിൽ നിന്ന് കിട്ടിയ പല്ലുകൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ മരിച്ചത് 40-നും 50-നും ഇടയിൽ പ്രായമുള്ള ഒരാളാണെന്ന് പോലീസ് കണ്ടെത്തി. കൈപ്പത്തിയിൽ നിന്ന് കിട്ടിയ അവ്യക്തമായ ഫിംഗർ പ്രിന്റ് ഹൈ ഡെഫിനിഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ടീം വിജയിച്ചു. ഇത് പിന്നീട് സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കും അയച്ചു കൊടുത്തു. അവിടെ നടത്തിയ പരിശോധനയിൽ പോലീസിന് വളരെ കൃത്യമായൊരു ഉത്തരം കിട്ടി. മലപ്പുറം വണ്ടൂർ പുതിയോത്ത് ഇസ്മായിൽ. അതെ, ആ ഫിംഗർ പ്രിന്റ് ഇസ്മായിലിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്യുന്നു. പക്ഷെ മരിച്ചത് ഇസ്മായിലാണെന്ന് ഉറപ്പിക്കാൻ പോലീസ് ടീമിന് ആ തെളിവുകൾ മാത്രം മതിയായിരുന്നില്ല. ടീം ഇസ്മായിലിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അയാൾ മിസ്സിംഗ് ആണ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അയാളുടെ മേൽവിലാസത്തിലെത്തിയപ്പോൾ അയാൾക്ക് 4 ഭാര്യമാരുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിലൊരാൾ ഇസ്മായിലിന്റെ ഉമ്മയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് പറഞ്ഞു. അവർ കൊടുത്ത അഡ്രസ് പ്രകാരം അന്വേഷണ സംഘം ഇസ്മായിലിന്റെ വീട്ടിലുമെത്തി. വളരെ പ്രായം ചെന്ന കിടപ്പ് രോഗിയായ ഒരു സ്ത്രീയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഇസ്മായിലിന്റെ ഉമ്മ. ഇസ്മായിലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ വന്നിട്ട് ഒരുപാട് നാളായെന്ന് അവർ പറഞ്ഞു. എന്നിട്ടെന്തേ പോലീസിൽ അറിയിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതവൻ്റെ സ്ഥിരം രീതിയാണെന്നും കുറച്ച് കഴിയുമ്പോൾ വരുമെന്നും അവർ പറഞ്ഞു. എന്നാൽ മരിച്ചത് ഇസ്മായിലാണെന്ന് ഉറപ്പിക്കാൻ DNA ടെസ്റ്റ് അനിവാര്യമായിരുന്നു. എന്നാൽ ഇക്കാര്യം നേരിട്ട് അവരോട് പറയാനും വയ്യ. ഒരു പരിശോധനയ്ക്കാണെന്ന് പറഞ്ഞ് രക്തസാമ്പിൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അത് വിസമ്മതിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരായി എത്തിയ വനിതാ പോലീസുകാർ വിദഗ്ധ ചികിത്സയ്ക്കെന്ന് വിശ്വസിപ്പിച്ച് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നീട് നല്ല ചികിത്സയും നൽകി. പതിയെ പോലീസ് അവരുടെ വിശ്വാസം നേടിയെടുത്തു. പിന്നീട് ഇസ്മായിലിനെ കാണാനില്ലെന്നും ഇതിൻ്റെ അന്വേഷണത്തിനാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഉമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ അവരിൽ നിന്നും രക്തസാമ്പിൾ എടുത്തു. അതെ, മരിച്ചത് ഇസ്മായിൽ തന്നെ. വളരെ നിർണായകമായൊരു വിവരമായിരുന്നു അത്. ഇസ്മായിൽ എങ്ങനെ കൊല്ലപ്പെട്ടു, ആര് കൊന്നു, എന്തിനു കൊന്നു? പോലീസ് വീണ്ടും അന്വേഷണം ഊർജിതമാക്കി. ഇസ്മായിലുമായി ബന്ധമുള്ളവരെയെല്ലാം വിശദമായി തന്നെ ചോദ്യം ചെയ്തു. കാര്യമായ ഒരു തുമ്പും കിട്ടിയില്ല. പക്ഷേ അതിൽ ഒരാൾ പറഞ്ഞ ഒരു കാര്യത്തിൽ പോലീസിന് ഒരു കൊളുത്ത് കിട്ടി. ഇസ്മായിലിന്റെ സുഹൃത്തായിരുന്നു അയാൾ. അയാൾക്ക് ചികിത്സയ്ക്ക് വലിയൊരു തുക ആവശ്യമായി വന്നു. പലരോടും സഹായം ചോദിക്കുന്ന കൂട്ടത്തിൽ അയാൾ ഇസ്മായിലിനോടും സഹായം ചോദിച്ചു. എന്നാൽ ഇപ്പോൾ തൻ്റെ കയ്യിൽ പണമില്ലെന്നും കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു പണി കഴിഞ്ഞ് വലിയൊരു തുക കിട്ടുമെന്നും അപ്പോൾ തരാമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ആ പണി എന്താണെന്നറിയാൻ ആകാംക്ഷ തോന്നിയ അയാൾ ഇസ്മായിലിനോട് ചോദിച്ചു. ആദ്യമൊന്നും ഇസ്മായിൽ പറഞ്ഞില്ലെങ്കിലും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അയാൾ അത് പറഞ്ഞു. മുൻപ് കോഴിക്കോട് മുക്കം ഭാഗത്തുള്ള നാട്ടുകാരെല്ലാം അച്ചാൻ എന്ന് വിളിക്കുന്ന ഒരു ജന്മിയുടെ കാര്യസ്ഥപ്പണിയായിരുന്നു തനിക്കെന്നും അയാളുടെ ഒരു കൊട്ടേഷൻ നടത്തിക്കൊടുത്ത വകയിൽ 2 ലക്ഷം രൂപ കിട്ടുമെന്നും അയാൾ സുഹൃത്തിനോട് പറഞ്ഞു. എന്തായിരുന്നു ആ കൊട്ടേഷൻ എന്ന ചോദ്യത്തിന് ലഭിച്ച ഉത്തരം കേട്ട് അയാൾ ഞെട്ടിപ്പോയി. അയാൾ ഒരു സ്ത്രീയെ കൊന്നു. കുറച്ച് നാൾ കഴിഞ്ഞാൽ പണം കിട്ടും, അത് കിട്ടുമ്പോൾ തരാം. എന്നാൽ അതും പറഞ്ഞു പോയ ഇസ്മായിലിനെ താൻ പിന്നീട് കണ്ടിട്ടേയില്ലെന്ന് പോലീസിനോട് പറഞ്ഞു. ഇതറിഞ്ഞ പോലീസ് മുക്കം ഭാഗത്ത് അസ്വാഭാവികമായ രീതിയിൽ കൊല്ലപ്പെട്ട എല്ലാ സ്ത്രീകളുടെയും വിവരങ്ങൾ ശേഖരിച്ചു. അതിൽ നിന്നും ആത്മഹത്യ ചെയ്ത 70 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കേസിൽ പോലീസ് ഉടക്കി. പേര് ജയവല്ലി. അവരുടെ മരണശേഷം കൂടെ ഉണ്ടായിരുന്ന മകനും കുടുംബവും സ്ഥലം വിറ്റ് മറ്റെങ്ങോട്ടോ പോയി. പോലീസ് കൂടുതൽ അന്വേഷിച്ചു. മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ പരമ്പരാഗത ജന്മിമാരായിരുന്നു പാലിയിൽ വാസുവിൻ്റെ പൂർവികർ. വാസുവിൻ്റെ ഭാര്യയാണ് ജയവല്ലി. കുടുംബ ഓഹരിയായി കിട്ടിയ 50 ഏക്കർ ഭൂമി അയാൾ ധൂർത്തടിച്ചു കളഞ്ഞു. ഒടുവിൽ 1984 വാസു ആത്മഹത്യ ചെയ്തു. അന്നവർക്ക് 7 ഏക്കർ ഭൂമി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഒട്ടേറെ ബാധ്യതകളും ബാക്കി വെച്ചാണ് വാസു അന്ന് ആത്മഹത്യ ചെയ്തത്. ഒടുവിൽ അയാളുടെ മരണശേഷം ആ സ്ഥലം വിൽക്കാൻ ജയവല്ലി തീരുമാനിച്ചു. വാസു ജയവല്ലി ദമ്പതികളുടെ മകനാണ് ബിർജു. അങ്ങനെ സ്ഥലം വിറ്റ് കിട്ടിയ 14 ലക്ഷം രൂപയിൽ 7 ലക്ഷം രൂപ അവർ ബിർജുവിന് നൽകി. ബാക്കി തുക ബാധ്യതകൾ തീർത്ത് 10 സെന്റ് സ്ഥലം വാങ്ങി.
കുറച്ചു തുക പലിശയ്ക്കും കൊടുത്തു. എന്നാൽ ബിർജുവിന് നൽകിയ പണം അയാൾ പലവിധ ബിസിനസ്സുകൾ ചെയ്ത് പൊട്ടി. പിന്നീട് ഭാര്യയെയും 2 പെൺമക്കളെയും കൂട്ടി ബിർജു ജയവല്ലിക്കൊപ്പം താമസം തുടങ്ങി. അന്ന് അയാൾക്കൊപ്പം സഹായിയായി കൂടിയതായിരുന്നു ഇസ്മായിൽ. ക്രമേണ ബിർജു ജയവല്ലിയോട് പണം ആവശ്യപ്പെട്ടു തുടങ്ങി. എന്നാൽ മകന്റെ ധൂർത്ത് നന്നായി അറിയാവുന്ന അവർ പണം നൽകാൻ തയ്യാറായില്ല. അങ്ങനെ വഴക്കും വക്കാണവുമായി പോകുന്നതിനിടെ ഒരു ദിവസം ജയവല്ലിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്ന് ഉറപ്പിച്ച പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അസ്വാഭാവികമായ ഒന്നുമില്ല. ജയവല്ലിയുടെ മരണം ആത്മഹത്യയെന്ന് തെളിഞ്ഞു. പിന്നീട് അധികം വൈകാതെ മകൻ ബിർജുവും കുടുംബവും വീടും സ്ഥലവും വിറ്റ് അവിടെ നിന്നും എങ്ങോട്ടോ പോയി. ഇത്രയേ അവരെക്കുറിച്ച് നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും അറിയാവൂ. ആരാണ് ബിർജു? എങ്ങോട്ടാണ് അയാൾ പോയത്? അന്വേഷണം വീണ്ടും വഴിമുട്ടി. അപ്പോഴാണ് അന്വേഷണ സംഘം ബിർജു വിറ്റ സ്ഥലത്തിൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ രജിസ്ട്രാർ ഓഫീസിലെത്തിയ അന്വേഷണ സംഘത്തിന് ബിർജുവിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. എന്നാൽ അതിനപ്പുറം ഒന്നും കിട്ടിയില്ല. പിന്നീട് ബിർജുവിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സംസ്ഥാനം ഒട്ടുക്ക് ഇത് പതിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അതിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. അന്വേഷണം വീണ്ടും വഴിമുട്ടി. കഥയുടെ 3-ാം ഭാഗം ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നാണ്. അവിടെ ലവ് ഷോർ എന്നൊരു അഗതി മന്ദിരമുണ്ട്. അതിനോട് ചേർന്ന് ഒരു പള്ളിയും. താരതമ്യേന വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമുള്ള ഒരു ഇടവകയാണത്. എല്ലാവരും പരസ്പരം നല്ലപോലെ അറിയാവുന്ന ആളുകൾ. അവിടേക്ക് ഒരു ദിവസം ഒരു മധ്യവയസ്കനും ഭാര്യയും 2 മക്കളും കയറി വരുന്നു. പേര് ജോർജ് കുട്ടി. അഗതി മന്ദിരം നടത്തിപ്പുകാരന് ജോർജ് കുട്ടിയെ നേരത്തെ പരിചയമുണ്ട്. അവിടെ താമസിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് തങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷം. അങ്ങനെ ജോർജ് കുട്ടിയും കുടുംബവും അവിടെ താമസമാക്കി. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജോർജ് കുട്ടി അന്നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനായി. നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ, ഏത് അത്യാവശ്യത്തിനും ഓടി വരുന്നവൻ. കോഴിക്കോട് നിന്നും അന്നാട്ടിലെ കച്ചവടക്കാർക്ക് തുണിത്തരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു ജോർജ് കുട്ടിക്ക്. ബിസിനസ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ജോർജ് കുട്ടി പള്ളിക്കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തികളിലും ശ്രദ്ധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ജോർജ് കുട്ടിയുടെ ബിസിനസ് വളർന്നു. അയാൾ കൂട്ടിവെച്ച പണവും പള്ളിക്കാർ സഹായിച്ചും ജോർജ് കുട്ടിയും കുടുംബവും ഒരു വീടും സ്ഥലവും സ്വന്തമാക്കി. കാര്യങ്ങൾ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോർജ് കുട്ടിയെ അന്വേഷിച്ച് ഒരാൾ ആ നാട്ടിലെത്തുന്നത്. പല പള്ളികളിലും അന്വേഷിച്ചു. താൻ കോഴിക്കോട് നിന്ന് വരികയാണെന്നും ജോർജ് കുട്ടി തുണിത്തരങ്ങൾ എടുക്കുന്ന കടയിലെ മുതലാളിയാണ് തന്നെ ഇങ്ങോട്ട് വിട്ടതെന്നും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് താൻ വന്നതെന്നും അയാൾ ആ നാട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ അവർ അയാളെ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് വിട്ടു. പിറ്റേ ദിവസം പുലർച്ചെ 5 മണി. നീലഗിരി മോക്ക പ്രദേശത്തെ ഒരു തോട്ടം. അതിനൊത്ത മധ്യത്തിലായി ഒരു ചെറിയ വീട്. വീടിന് മുറ്റത്ത് ഒരു നാനോ കാറും ബൈക്കുമുണ്ട്. പെട്ടെന്ന് ഏതാനും പേർ വീടിന് ചുറ്റുമായി വട്ടം കൂടി. ജോർജ് കുട്ടിയാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ പുറത്തേക്കിറങ്ങിയ ജോർജ് കുട്ടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഓടിച്ചു പോയി. അത് അവരുടെ പദ്ധതികളെ ആകെ താളം തെറ്റിച്ചു. പിന്നീട് ടൗണിലെ ഏറെ നേരത്തെ അലച്ചിലിന് ശേഷം അവർ ജോർജ് കുട്ടിയെ കണ്ടെത്തി. എന്നാൽ അവിടെ വെച്ച് അയാൾക്ക് അടുത്തേക്ക് ചെന്നാൽ ആളുകൾ കൂടുമെന്ന് മനസ്സിലാക്കിയ സംഘം തിരിച്ച് ജോർജ് കുട്ടിയുടെ വീടിനടുത്ത് തോട്ടത്തിൽ മറഞ്ഞിരുന്നു. അതിൽ 2 പേർ വഴിയിൽ നിന്നു. പിന്നീട് ജോർജ് കുട്ടി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ കൂട്ടത്തിൽ ഒരാൾ അയാളെ വിളിച്ചു. സർ, ഒന്ന് നിൽക്കൂ, നിങ്ങളുടെ പക്കൽ നിന്ന് എന്തോ ഒന്ന് വീണു. ബൈക്ക് നിർത്തിയ ജോർജ് കുട്ടി തിരിഞ്ഞു നോക്കി. നിലത്ത് കിടന്ന ഒരു പൊതിയെടുത്ത് അത് അയാൾക്ക് നൽകാനായി ആ അപരിചിതൻ ബൈക്കിനടുത്തേക്ക് നടന്നു. പൊതി വാങ്ങാനായി കൈനീട്ടിയ ജോർജ് കുട്ടിയെ അയാൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പൊടുന്നനെ തോട്ടത്തിൽ മറഞ്ഞിരുന്ന ബാക്കിയുള്ളവരും ചാടി വീണു. അത് കേരള ക്രൈംബ്രാഞ്ച് ടീമായിരുന്നു. ഞൊടിയിടയിൽ അയാളെയും കയറ്റിയ പോലീസ് വാഹനം കേരളം ലക്ഷ്യമാക്കി പാഞ്ഞു. കേരള പോലീസിനെ ഏറെക്കാലമായി വട്ടം കറക്കിയ ഒരു കേസിലെ സുപ്രധാനമായ അറസ്റ്റായിരുന്നു അത്. പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു. അതോടെ ക്രൂരമായ 2 കൊലപാതകങ്ങൾ നടത്തുകയും അതിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ മുങ്ങുകയും ചെയ്ത ജോർജ് കുട്ടി എന്ന ബിർജു താൻ ചോരക്കറ കൊണ്ട് മൂടിയ കൊലപാതക കഥകളുടെ കെട്ടഴിച്ചു. ബിർജു പറഞ്ഞ കഥ ഇങ്ങനെയാണ്. ബിസിനസ് എല്ലാം പൊട്ടി ജയവല്ലിയുടെ വീട്ടിൽ താമസമാക്കിയതോടെ ബിർജു ആകെ അസ്വസ്ഥനായിരുന്നു. ഇടയ്ക്ക് അമ്മയോട് പണം ചോദിച്ചു. ഇത് പിന്നീട് വഴക്കായി. ഒടുവിൽ ആ സ്ഥലം വിറ്റ് തൻ്റെ ഭാഗം തരണമെന്ന് ബിർജു പറഞ്ഞു. ഇത് ഒരിക്കലും നടക്കില്ലെന്ന് ജയവല്ലി പറഞ്ഞു. ആയിടയ്ക്ക് മറ്റൊരാൾക്കെന്ന വ്യാജേന ബിർജു ഇസ്മായിൽ വഴി ജയവല്ലിയിൽ നിന്നും അല്പം പണം വാങ്ങിയിരുന്നു. ഇതും ധൂർത്തടിച്ച് കളഞ്ഞു. പലിശ മുടങ്ങിയതോടെ ചോദിച്ചു തുടങ്ങിയ ജയവല്ലി തൻ്റെ പണം വാങ്ങിയത് ബിർജു ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ വലിയ വഴക്കായി.
ബിർജുവിനോടും കുടുംബത്തോടും തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും ജയവല്ലി പറഞ്ഞു. ഇതോടെയാണ് ബിർജുവിലെ ക്രൂരനായ കാട്ടുമൃഗം ഉണർന്നത്. ജയവല്ലി ഇല്ലാതായാൽ സ്വത്തുക്കൾ തനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഇയാൾ ഈ ക്രൂരകൃത്യത്തിന് സഹായിച്ചാൽ വലിയൊരു തുക നൽകാമെന്ന് ഇസ്മായിലിനോട് പറഞ്ഞു. ക്രിമിനലായ ഇസ്മായിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന് സമ്മതിച്ചു. അങ്ങനെ 2 ലക്ഷം രൂപയ്ക്ക് ആ ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ ജയവല്ലിയെ ഇല്ലാതാക്കാൻ സമയം നോക്കി നടന്ന ഇരുവർക്കും ഒരു അവസരം കിട്ടി. ബിർജുവിൻ്റെ ഭാര്യയും മക്കളും നാട്ടിൽ പോയ ദിവസം കട്ടിലിൽ ഉറങ്ങിക്കിടന്ന ജയവല്ലിയെ ഇരുവരും ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി. പിന്നീട് സാരിയിൽ കെട്ടിത്തൂക്കി. അവർ പിടഞ്ഞു മരിച്ചു. കൃത്യം കഴിഞ്ഞതോടെ പണം ആവശ്യപ്പെട്ട ഇസ്മായിലിനോട് തൻ്റെ വീടും സ്ഥലവും വിറ്റ ശേഷം പണം നൽകാമെന്ന് ബിർജു സമ്മതിച്ചു. ബിർജുവിൻ്റെ വീടും സ്ഥലവും വിൽപ്പനയായി. അഡ്വാൻസായി 10 ലക്ഷം രൂപയും കിട്ടി. ഇതറിഞ്ഞ ബിർജുവിനെ കാണാനെത്തിയ ഇസ്മായിലിനോട് പണം കിട്ടിയെന്നും പറഞ്ഞ തുക നൽകാമെന്നും വൈകിട്ട് വീട്ടിലേക്ക് വരാനും പറഞ്ഞു. ഇതിനുശേഷം ബിർജു തൻ്റെ ഭാര്യയെയും മക്കളെയും ഭാര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വൈകിട്ടോടെ വീട്ടിലെത്തിയ ഇസ്മായിലിനോട് തൻ്റെ സന്തോഷത്തിന് മദ്യം വാങ്ങണമെന്നും ഭക്ഷണം ഉണ്ടാക്കാമെന്നും ബിർജു പറഞ്ഞു. തുടർന്ന് ഒരു കുപ്പി മദ്യവും ചിക്കനും വാങ്ങി വീട്ടിലെത്തിയ ശേഷം ഇരുവരും ഭക്ഷണമുണ്ടാക്കി കഴിച്ചു. ഇതിനിടെ ആ ഒരു കുപ്പി മദ്യം മുഴുവൻ അയാൾ ഇസ്മായിലിനെ കൊണ്ട് പല തവണകളിലായി കുടിപ്പിച്ചു. ആദ്യമേ മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു ബിർജു. പിന്നീടാണ് ചോര കണ്ട് അറപ്പുമാറിയ ബിർജു വിവരണാതീതമായ മനസ്സ് മരവിപ്പിക്കുന്ന ആ ക്രൂരകൃത്യം ചെയ്തത്. മദ്യപിച്ച അവശനായ ഇസ്മായിലിനെ കട്ടിലിനോട് ചേർത്ത് അയാൾ കെട്ടി. പിന്നീട് അതേ കയറിൻ്റെ ഒരറ്റം ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി. ഇതിനുശേഷം വീട് പൂട്ടി ടൗണിലേക്ക് പോയി. സർജിക്കൽ ബ്ലേഡുകളും പോളിത്തീൻ കവറുകളും വാങ്ങി വീട്ടിലെത്തി. തുടർന്ന് ഇസ്മായിലിൻ്റെ ശരീരം പല കഷ്ണങ്ങളാക്കി. മുറിയാകെ ചോരക്കളമായി. രാത്രികാലങ്ങളിൽ കാട്ടുപന്നികളെ വേട്ടയാടാൻ കാട് കയറാറുണ്ടായിരുന്നു ബിർജുവും ഇസ്മായിലും. വേട്ടയാടി പിടിക്കുന്ന കാട്ടുപന്നികളെ അറുത്ത് മാംസവും എല്ലും വേർതിരിച്ച് കവറുകളിലാക്കാറുണ്ടായിരുന്നു ഇരുവരും. സമാനമായ രീതിയിൽ തന്നെ അയാൾ ആ മനുഷ്യ ശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ച് 3 കവറുകളിൽ പൊതിഞ്ഞ് പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 2 കൈകളും തലയും ഒരു കവറിലും മറ്റേതിൽ കാലുകളും അടുത്തതിൽ ടോർസോയും നിറച്ചു. ആദ്യം കൈകളും തലയും നിറച്ച കവർ ഇരുവഴിഞ്ഞിപ്പുഴയിൽ കൊണ്ടുപോയി കളഞ്ഞു. മടങ്ങിയെത്തിയ ശേഷം കാലുകളും സമാനമായ രീതിയിൽ തന്നെ ഉപേക്ഷിച്ചു. എന്നാൽ ടോർസോയുമായി ഇറങ്ങിയപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങിയിരുന്നു. അതിനാൽ തന്നെ അത് പുഴയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബിർജു മടങ്ങാനൊരുങ്ങി. അപ്പോഴാണ് തടപ്പറമ്പ് റോഡിലെ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് അയാൾ ഓർത്തത്. സ്ഥിരമായി അറവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റുകളും തള്ളുന്ന ഇവിടം സുരക്ഷിതമാണെന്ന് ബിർജുവിന് തോന്നി. അങ്ങനെ ആ ടോർസോ അവിടെ ഉപേക്ഷിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയ ഇയാൾ ഇസ്മായിലിനെ കൊന്ന മുറി ആകെ കഴുകി വൃത്തിയാക്കി. എല്ലാം പഴയതുപോലെയാക്കി. പിന്നീട് ഭാര്യയെയും മക്കളെയും തിരിച്ചു കൊണ്ടുവന്നു. അധികം താമസിയാതെ തന്നെ വീടും സ്ഥലവും വിറ്റ് അവിടെ നിന്നും പോയി. ഇതാണ് ബിർജു പോലീസിനോട് പറഞ്ഞ കഥ. ഒരു കൈപ്പത്തിയിൽ നിന്നുമാണ് കേരള പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയത്. ഒരിക്കലും ആരും അറിയില്ലെന്നുറപ്പിച്ച് പ്രതി നടത്തിയ 2 കൊലപാതകങ്ങൾ ഏറെ നാളത്തെ ദുഷ്കരമായ അന്വേഷണത്തിനൊടുവിലാണ് ക്രൈംബ്രാഞ്ച് സംഘം സമർത്ഥമായി തെളിയിച്ചത്. എല്ലാ കുറ്റകൃത്യങ്ങളും അങ്ങനെയാണ്. ഒരിക്കലും ആരും അറിയില്ലെന്ന് കരുതി ചെയ്യുന്ന ഓരോ കുറ്റകൃത്യങ്ങളിലും പ്രതിയിലേക്ക് എത്താനായി മാത്രം അയാൾ അറിയാതെ വിട്ടുപോകുന്ന എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടാകും. ചില ലൂപ്പ് ഹോൾസ്.